നീറ്റ് 2025ന്റെ സ്കോർ ബേസ് ചെയ്തിട്ട് ഓരോ ആളുകൾക്കും കിട്ടുന്ന സ്കോളർഷിപ്പുകൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നീറ്റ് 2026ലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം സ്കോർ വാങ്ങാനും ഡൽഹി എയിംസ് പോലെയുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാനും ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർ പലരും അഡ്മിഷന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് നമുക്ക് എത്രത്തോളം ഫീസ് ആവും എന്നുള്ള കാര്യം. സോ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും സ്കോളർഷിപ്പ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബ്രീഫ് നമുക്ക് ഇതിനകത്ത് തരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നീറ്റ് 2025ൻ്റെ സ്കോറും അതനുസരിച്ച് നമുക്ക് കിട്ടിയ റാങ്കും എല്ലാം പരിഗണിച്ചതിന് ശേഷം ഇപ്പോൾ റിസൾട്ടിന് ശേഷം പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്കീമാണ് ഈ കാണുന്നത്. 7 കാറ്റഗറികളിലായിട്ടാണ് നീറ്റ് മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് വരുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നീറ്റ് മാർക്ക് 500-ന് മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടികളെന്നാണ്. 500-ന് മുകളിൽ മാർക്ക് എന്ന് പറയുമ്പോൾ നീറ്റ് റാങ്ക് ഏകദേശം ഓൾ ഇന്ത്യ 52,000 അല്ലെങ്കിൽ 53,000-നുള്ളിൽ വരുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് തന്നെ 50,000-നുള്ളിൽ വരുന്ന ഏതൊരു കുട്ടിക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ് അടക്കം ഫ്രീ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. നമ്മുടെ ഡോപ്പയുടെ റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ വളരെ സന്തോഷപൂർവ്വം ഇരുന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സമയവും മാത്രമാണ്. അപ്പോൾ സമയം നല്ലോണം ചിലവഴിക്കുക, അധ്വാനം നല്ലോണം ചിലവഴിക്കുക, പണം തീരെ ചിലവഴിക്കാതെ തന്നെ 500-ന് മുകളിൽ മാർക്കുള്ള എല്ലാ കുട്ടികൾക്കും ഡോപ്പ റെസിഡൻഷ്യലിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് 490-ന് മുകളിലേക്ക് മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ്. 490 ഒക്കെ ആകുമ്പോഴത്തേക്കും റാങ്ക് ഏകദേശം 60,000-ൻ്റെ അടുത്തേക്ക് ഓൾ ഇന്ത്യ റാങ്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ 60,000-നുള്ളിൽ വന്നിട്ടുള്ള ഈ കുട്ടികൾ 490-ന് മുകളിൽ വന്ന കുട്ടികൾക്ക് 100% നമ്മളുടെ കോഴ്സ് ഫീസിൽ ഫ്രീ നമുക്ക് തരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ അവർ അടച്ചു പോകേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീ അവർക്ക് എന്ത് ചെയ്യേണ്ടി, എന്താ പറയുക, അടച്ചു പോയാൽ മാത്രം മതിയാവും. ഹോസ്റ്റൽ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. 100% ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോഴ്സ് ഫീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. 480-ന് മുകളിലേക്ക് മാർക്ക് മേടിച്ച കുട്ടികൾക്ക് 90%, 470-ന് മുകളിലേക്ക് മാർക്ക് മേടിച്ച കുട്ടികൾക്ക് 75%, 450-ന് മുകളിലേക്ക് മാർക്ക് മേടിച്ച കുട്ടികൾക്ക് 60%, 430-ന് മാർക്ക് മേടിച്ച കുട്ടികൾ 50%, അതുപോലെ 400-ന് മുകളിൽ മാർക്ക് മേടിച്ച കുട്ടികൾക്ക് 25% എന്നിവയാണ് താഴേക്ക് വരുന്ന മറ്റ് കാറ്റഗറിയിലുള്ള സ്കോറുകൾ എന്ന് പറയുന്നത്. ഇത് നീറ്റ് 2025 സ്കോർ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കി തരുന്ന ഒരു സാധനം ഡോപ്പ റെസിഡൻഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. ഡോപ്പ റെസിഡൻഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് പല ദിവസങ്ങളിൽ നടക്കാറുണ്ട്, നമ്മളത് അനൗൺസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡോപ്പയിലെ ഓഫീസായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഓഫീസ് കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് നമ്പർ 9645202200 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഇത് ഡോപ്പ ഓഫീസിലെ നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരുള്ള അല്ലെങ്കിൽ കോട്ടക്കലുള്ള അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഓഫീസിലേക്ക് നിങ്ങൾക്ക് വന്ന് അവിടെ നിന്ന് നമ്മുടെ ഡോപ്പ റെസിഡൻഷ്യൽ സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ഈ സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേലെ പറഞ്ഞ ഈ സ്കോളർഷിപ്പുകൾക്ക് പുറമെ എത്രത്തോളം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും, അതിൻ്റെ സ്കോർ കൂടി ബേസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്ന, നല്ല ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സംഖ്യ കുട്ടികളും അല്ലെങ്കിൽ അധ്യാപകരുമാണ് നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ കോൺഫിഡൻസിൻ്റെ പാർട്ടാവാനാണ് നിങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ബി വെരി കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് തിങ്. നിങ്ങൾ 2026 നീറ്റ് ക്രാക്ക് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി അപ്ലൈ ഫോർ ദിസ് തിങ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്ത വർഷം 1ാം റാങ്ക് വാങ്ങാനുള്ള കുട്ടികളെയാണ് നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ വിൽ സി യു ഫ്രം ക്യാമ്പസസ്. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ.